ഹായ് ഇറ്റ്സ് മീ ഏഞ്ചൽ. ഇന്ന് നമ്മുടെ കൂടെ ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു ആക്ട്രസ് ആണുള്ളത്, ഷീലു എബ്രഹാം. വെൽക്കം ചേച്ചി. താങ്ക് യു താങ്ക് യു. ആദ്യം തന്നെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു യു ടു. ചേച്ചിയുടെ ഓണം വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ? ഓണം അങ്ങനെ ആസ് യൂഷ്വൽ നോർമൽ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആഘോഷിക്കും. ചേച്ചിയുടെ ചെറുപ്പത്തിലെ ഓണത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ചെറുപ്പത്തിലെ ഓണം കുറച്ചും കൂടി എന്താ പറയുക, നാച്ചുറൽ അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഇപ്പം നമുക്ക് വരുന്നത് അതൊക്കെ ഓർക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞത്. അതെന്ന് വെച്ചാൽ ശരിക്കും റിയൽ ഓണം എന്നൊക്കെ പറയുന്നത്. ഇപ്പം എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെ അതെ, ഓണത്തിൻ്റെ ഇല പോലും ആർട്ടിഫിഷ്യലാണ് ഇപ്പം. സത്യം. പൂക്കൾ ആർട്ടിഫിഷ്യൽ. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഓണം ആഘോഷിക്കാൻ പറ്റിയ ഒരാളാണ് ഞാനൊക്കെ. നിങ്ങൾക്കൊക്കെ എനിക്കറിയില്ല, നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അതൊക്കെ അതിൻ്റെയൊക്കെ ആ ഒരു നാച്ചുറാലിറ്റിയും അതിൻ്റെയൊക്കെ ഒരു സ്വീറ്റ്നെസ് ഒന്നും ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല. അതെ, ശരിയാണ്. അന്ന് എന്താ പറയുക, ഭയങ്കരമായിട്ട് അയൽവക്കത്തൊക്കെ ഉള്ള കുട്ടികളും വീട്ടുകാരും ഒക്കെ ആയിട്ട് ഒരു കുടുംബം പോലെയായിരുന്നു ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഒരു വീട്ടിൽ പായസം ഉണ്ടാക്കി മറ്റേ വീട്ടിലേക്ക് കൊടുത്തയക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, കറികൾ കൊണ്ടുവരുന്നു. ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഇപ്പം എല്ലാവരും ഭയങ്കര എന്താ പറയുക, ന്യൂക്ലിയർ ഫാമിലീസാണ്. ന്യൂക്ലിയർ രീതിയിലേക്ക് ചുറ്റുപാടുകളും ജീവിതങ്ങളും ഒക്കെ എല്ലാ കുടുംബങ്ങളുടെയും മാറിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട് അവരെവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നു, ഒരു ലഞ്ച് സദ്യ ഓർഡർ ചെയ്യുന്നു, അല്ലെ സദ്യ ബുക്ക് ചെയ്യുന്നു, പോയിരുന്ന് കഴിക്കുന്നു, വരുന്നു. ഭയങ്കരമായിട്ട് യാന്ത്രികത ഫീൽ ചെയ്യുന്നു. ഓണം സദ്യയില് ഫേവറേറ്റ് ആയിട്ടുള്ള എന്താണ്? മറ്റേ ഒരു പൈനാപ്പിളും മുന്തിരിങ്ങയും കൂടി ഇട്ടൊരു മധുരക്കറിയുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി കുക്ക് ചെയ്യോ? അത്യാവശ്യമൊക്കെ. ഫേവറേറ്റ് ആയിട്ടുള്ള എന്താണ് അതില്? കുക്ക് ചെയ്യുന്നില്ല. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ്, പക്ഷെ എല്ലാം അറിയാം. അത്യാവശ്യം നാടൻ കുക്കിംഗ് എല്ലാം വിഭവങ്ങളെല്ലാം ഉണ്ടാക്കാറുണ്ട്. എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്, മറ്റേ അരിയും പയറും കൂടെ ഉള്ള ചെറുപയർ ഇട്ടിട്ടുള്ള. ഓക്കെ, ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം മൈൻഡിലേക്ക് വരുന്നത് എന്താ? സദ്യ തന്നെയാണ്. ഫുഡ്. പിന്നെ സാരി ഉടുക്കുന്നതും പൂ വയ്ക്കുന്നതും ഒക്കെ. പൂക്കളൊക്കെ ഇടാം. എനിക്ക് സാരി ഉടുക്കുന്ന അത്ര ഇഷ്ടമില്ല, മടിയാ. എനിക്ക് സാരി ഉടുത്ത സ്ത്രീകൾ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ വരുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നോക്കിയിരിക്കാൻ, അവരെ കാണാൻ ഇഷ്ടമാണ്, സ്ത്രീകൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുന്നത് ഓണത്തിന്. ഓക്കെ, വീട്ടില് പൂക്കളൊക്കെ ഇടാറുണ്ടോ? പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പം മടിയാണ്. പൂക്കൾ കിട്ടാനില്ല, പോയി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരേണ്ടി. പണ്ടൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ മുറ്റത്തുള്ള പൂക്കൾ പറിച്ച് ഇടാറുണ്ടായിരുന്നു. ചേച്ചി ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു നിലയിൽ ഒരു സിനിമ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? അതിന്റെ ഏതൊക്കെ വശങ്ങൾ നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്? അത് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ കഥയാണ്. കഥ കേൾക്കാറുണ്ട്. കഥ കേട്ട് നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന, നമ്മൾ മാത്രം ഓക്കെ അടിച്ച പോരല്ലോ. അതിലൊരു ആർട്ടിസ്റ്റ്, നമുക്ക് ചില കഥകൾ നമ്മൾ കേട്ട് ഭയങ്കര രസമുള്ള കഥകൾ നമ്മൾ കേട്ടതുണ്ട്, നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ. പക്ഷെ അതിപ്പം ആർട്ടിസ്റ്റിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഓരോ സിനിമകൾ മാറിപ്പോകുന്നതും ചില സിനിമകൾ സംഭവിക്കുന്നതും. എല്ലാവരുടെയും ഒരു ഡേറ്റും ഇഷ്ടങ്ങളും എല്ലാം ഒത്തുവരണം. റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആർട്ടിസ്റ്റ്. അല്ലാതെ ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരിക്കലും സിനിമ നടക്കുന്നില്ല. ഇപ്പം ഞാനൊരു കഥയായിട്ടൊരു മെയിൻ ലീഡ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കഥ നടക്കുന്നില്ല. അപ്പം എല്ലാവരും ചോദിക്കും കഥ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഞാൻ മാത്രം സൂക്ഷിച്ചാൽ പോരാ, ഈ എല്ലാ ആർട്ടിസ്റ്റുകളും, ഈ പടം ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും അത് ഓക്കെ പറയുമ്പോഴാണ് ഒരു പടം നടക്കുന്നത്. അവരുടെ ഡേറ്റ് ഓക്കെ ആകുമ്പോഴും അവർക്കത് കേട്ട് ഓക്കെ ആകുമ്പോഴും അങ്ങനെയാണ് ഒരു സിനിമ നടക്കുന്നത്. ഓക്കെ, ചേച്ചി എങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത്? ഞാനങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളതുണ്ടല്ലോ ആദ്യം തൊട്ട്. അങ്ങനെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് പറ്റുന്നത്, നമുക്കറിയാലോ ഒരു ഇതിന് പറ്റിയ സാധനങ്ങൾ വരുമ്പോൾ ആ ഡയറക്ടേഴ്സ് നമ്മളോട് അത് ചെയ്യാനായിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇത് വരണം. അല്ലാണ്ട് ഞാൻ മാത്രം കയറിയിട്ടെല്ലാം ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണ്. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു ഫസ്റ്റ് മൂവിയിൽ? ഞാൻ ആക്ച്വലി എന്താ പറയുക, അങ്ങനെ സിനിമ ആദ്യം ചെയ്യുന്ന വീപ്പിംഗ് ബോയ് എന്ന് പറഞ്ഞ പടം ശ്രീനേട്ടൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ ഒരു ക്യാമറ എക്സ്പീരിയൻസ്. അന്ന് എനിക്കൊന്നും അറിയില്ല, സിനിമ എന്താണെന്ന് അറിയില്ല, കാണുന്ന ഒരു ഇതേ ഉള്ളൂ. അതിനകത്തെ ടെക്നിക്കാലിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ലൈറ്റ് ക്യാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രെയിം ഔട്ട് പോകുന്നത്, അത് എന്താണ് അതെന്നൊക്കെ മനസ്സിലാക്കിയ ഒരു സിനിമ ആദ്യത്തെ സിനിമയാണ്. അതിൽ തന്നെ ഒരു പരിധി വരെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ശ്രീനേട്ടൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഏത് സിനിമ ചെയ്യുമ്പോഴും അദ്ദേഹത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർക്കാറുണ്ട്. അങ്ങനെ ഓരോ സിനിമകളിലൂടെ പഠിച്ചു വന്നതാണ്. അല്ലാണ്ട് നമ്മളിത് എല്ലാം പഠിച്ചിട്ട് വന്ന് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്ത ആളല്ല. ഓരോ സിനിമയിലൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും
നമ്മൾ അതിൽ നിന്ന് ഒരുപാട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ചാണ് ഇവിടെ എത്തിയത്. അപ്പൊ ഏത് ക്യാരക്ടർ ചെയ്തതിന് ശേഷമാണ് ഓക്കെ ഈ ഫിലിം കരിയർ ആക്കാം, സിനിമ കരിയർ ആക്കാം എന്ന് തോന്നിയത്? അങ്ങനെയൊന്നുമില്ല. അത് ഓരോ സിനിമകൾ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നല്ലോ. നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് രണ്ടാമത്തെ സിനിമ ഞാൻ പുറത്തുള്ളൊരു സിനിമയിൽ അഭിനയിച്ച മമ്മൂക്കയുടെ കൂടെ മംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സിനിമ. അങ്ങനെ അത് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, ബാലപാഠങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ഷീ ടാക്സിയിൽ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വേറെ പുറത്തൊരു ആടുപുലിയാട്ടം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ജയറാമേട്ടൻ്റെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നു. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുമായിരുന്നു പ്രൊഡക്ഷനായിട്ടും അതല്ലാതെയും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളെ തേടി വരുമ്പോൾ നമ്മളതങ്ങ് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവുകയാണ്. അല്ലാതെ കരിയർ ആയിട്ട് അങ്ങനെ പർപ്പസ്ലി അങ്ങനെ പോയിട്ട് ചെയ്തൊന്നുമല്ല. ഇതെല്ലാം അങ്ങ് സംഭവിക്കുമായിരുന്നു. ഇത് ഞാൻ പേഴ്സണലി എനിക്ക് അറിയേണ്ട ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയിൽ ചേച്ചി അഭിനയിക്കുന്നതിന്റെ റെമ്യൂണറേഷൻ എടുക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ അധ്വാനിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഇല്ല. അങ്ങനെ എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. എനിക്ക് അല്ലാതെ തന്നെ ഒരു എമൗണ്ട് എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിൽ ഹസ്ബൻഡ് ഇടുന്നുണ്ട്. ഞാൻ ബിസിനസിന്റെ ഒരു പാർട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ. ഞാൻ ഡയറക്ടറാണ് കമ്പനിയിൽ. അപ്പോൾ ആ ഡയറക്ടർ എന്നുള്ള ഇതിൽ എനിക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് ഞാൻ ജോലി ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വരുന്നത് കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓക്കെയാണ്. എനിക്ക് പിന്നീട് ഒരു പണത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പൈസ മോഹിക്കുന്ന ഒരാളോ, എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്ന് കൃത്യമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് അല്ലാണ്ട് ക്യാഷ് വേണമെങ്കിലും അദ്ദേഹം എനിക്ക് തരും. ചോദിച്ചാൽ എപ്പോഴും ചോദിക്കേണ്ട, അല്ലാതെ തന്നെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സിനിമ അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ടും കൂടെയാണല്ലോ ചെയ്യുന്നത്. എൻ്റെയാണ് പാഷൻ, അദ്ദേഹത്തിന്റെ പാഷൻ അല്ല. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ സിനിമ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ അത് അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും ഞാൻ റെമ്യൂണറേഷൻ എടുക്കാൻ പാടില്ലല്ലോ. ഒരു വൈഫ് എന്നുള്ള രീതിക്ക് ചേച്ചി ഭയങ്കര ലക്കിയാണ്. നല്ലൊരു ഹസ്ബൻഡിന്, അതായത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കും. ഇപ്പൊ ചേച്ചിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, ഹസ്ബൻഡ് അത് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകള് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള എന്താണെന്ന് തോന്നുന്നത്? ഫ്രീഡം. അഭിനയിക്കാൻ സമ്മതിക്കുക എന്ന് മാത്രമല്ല, ഞാൻ ഒരു അഭിനേത്രി എന്നുള്ളത് മാറ്റി നിർത്ത്, ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, എന്നാൽ പോലും നമ്മൾക്കൊരു ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വേഷം ധരിക്കാനും പുറത്തേക്ക് പോകാനും ഫ്രണ്ട്സിനോട് സംസാരിക്കാനും, അല്ലെ നമ്മുടെ മൊബൈലിൽ ഒരു കോൾ വരുമ്പോൾ അത് ആരാന്ന് ചെക്ക് ചെയ്യാതിരിക്കുക, നമുക്ക് തരുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ. ഒരു ഇൻഡിവിജ്വൽ എന്നൊരു സ്പേസ്, ഒരു ഇൻഡിവിജ്വൽ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളെല്ലാം വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചാലും നമ്മളുടെയൊക്കെ അഭിരുചികളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ അവിടെ അങ്ങനെ ഉണ്ടാവും. നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് ജീവിതം അങ്ങനെ അങ്ങ് പോകുമ്പോഴാണ് അതൊരു കുടുംബമാവുന്നത്. അല്ലാണ്ട് എല്ലാവരും പറയും സ്ത്രീ പ്രാതിനിധ്യം വേണം, സ്ത്രീകളും പുരുഷന്മാരും ഒറ്റക്കെട്ട് ഈക്വാലിറ്റി വേണം എന്നൊക്കെ. അതൊക്കെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഈക്വാലിറ്റിയും പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊന്നും നടക്കില്ല, ജീവിതം മുന്നോട്ട് പോകത്തില്ല. അതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതാണ്. പിന്നെ ചുമ്മാ നിന്ന് പറയാൻ നമുക്ക് ഞങ്ങളെല്ലാം ഈക്വാലിറ്റി വേണ്ടുന്നവരാണ്, അതിനൊന്നും ജീവിതം മുന്നോട്ട് പോകത്തില്ല. നമ്മൾ കണ്ടിട്ടില്ലേ വർഷങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു പോകുന്നതൊക്കെ. ഈക്വാലിറ്റി പിടിച്ചോണ്ടിരുന്നെങ്കിൽ എപ്പോഴേ അവര് തല്ലി പിരിഞ്ഞു പോയേനെ. അപ്പം അതിലെല്ലാം ഈ പറഞ്ഞ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൊടുക്കണം. അവിടെയാണ് ഒരു വ്യക്തിക്ക് എന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ എന്താ പറയാ ഒരു കണക്റ്റഡ് അല്ലാതെ ഇരിക്കാതിരിക്കുന്നതും അല്ല. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ. അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും മുന്നോട്ട് പോകില്ല. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ഇപ്പം എല്ലാ ദിവസവും അവർ തമ്മിൽ കാണുന്നില്ല എന്ന് വെച്ചാൽ, ഒരു ദൂര സ്ഥലത്താണെങ്കിൽ പോലും ആഴ്ചയിൽ 1 അല്ല 2 ആഴ്ച കൂടുമ്പോഴാണ് കാണുന്നതെങ്കിലും ആ 2 ആഴ്ചത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കൂടെ ആയിരിക്കുക. ഇപ്പോൾ 2 മണിക്കൂറാണ് അവർ ഒന്നിച്ചുള്ളെങ്കിൽ ആ 2 മണിക്കൂർ ഒന്നിച്ചായിരിക്കുക എന്നതിനകത്ത് ഭയങ്കര കാര്യമുണ്ട്. അവർ സംസാരിക്കുന്നതിൽ, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ ഹൈഡ് ചെയ്യാതിരിക്കുക, ഓപ്പണായിട്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടല്ലോ. അതെ, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, ഒരു ബോണ്ട് വേണം. അല്ലാതെ ഭാര്യ ഭർത്താവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കരുത്, ഭർത്താവ് ഭാര്യയെ പേടിച്ചും ജീവിക്കാൻ പാടില്ല. ഫ്രണ്ട്സ് ആയിരിക്കണം. ചിലരുണ്ട് ഭർത്താവിനെ കാണുമ്പോഴേ ഭാര്യമാര് പേടിച്ച് ഓടിപ്പോയിട്ട് അടുക്കളയിൽ പോയിട്ട് അവർക്കുള്ള കാപ്പി എടുക്കുന്നു, ചായ എടുക്കുന്നു എന്ന് വെച്ചാൽ ഒരു ദാസി പോലെ ഉള്ള രീതിയിൽ കാണുന്ന ഭർത്താക്കന്മാരുണ്ട്. തിരിച്ചതുപോലെ ഭർത്താക്കന്മാരെ ഭാര്യമാരിട്ട് ഇങ്ങനെ
ഭയങ്കരമായിട്ട് ഭരണം നടത്തി അത് ചെയ്യുന്നവരും ഉണ്ട്, തിരിച്ചുമുണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അല്ലാതെ ഒരാളുടെ മാത്രം ഭാഗത്തല്ല ഇതുള്ളത്. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വിത്ത് കമ്പാനിയൻഷിപ്പ്, ഓപ്പൺനെസ്, അതിനകത്തൊക്കെയാണ് ആ ഒരു ബന്ധം പോകുന്നത്. അല്ലാണ്ട് നമ്മൾ ഭയങ്കര ലക്കി ഭാര്യയാണ് കേട്ടോ, ലക്കി ഭർത്താവ്, അതിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും. അവരോട് തന്നെ ചോദിച്ചാൽ അറിയാം എത്രത്തോളം അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്നും എത്രത്തോളം അവർ ഹാപ്പിയാണെന്നും. കുറവുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ എല്ലാം തികഞ്ഞവരൊന്നും ഇല്ല, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. പെർഫെക്റ്റ് കപ്പിൾസ് ഇല്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. റിയാലിറ്റി ഓഫ് ലൈഫാണ് ഞാൻ പറയുന്നത്. ചുമ്മാ ഇരുന്നിട്ട് ക്യാമറയുടെ മുന്നേ ഇരുന്നിട്ട് കാണിക്കുന്ന അല്ല ജീവിതം. അതെ, അല്ലെ ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച് ടുഗദർ ഫോർ എവർ എന്നൊക്കെ ഒരു സ്റ്റാറ്റസിലല്ല കാര്യം. ചിലര് കണ്ടിട്ടില്ലേ, ഭയങ്കര മുട്ടനടിയിട്ടിട്ട് അവര് തമ്മിൽ മിണ്ടിയിട്ട് 1 മാസമായിട്ടുണ്ടാവും. പക്ഷെ ഓരോ ഒക്കേഷൻ വരുമ്പോ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഭയങ്കര ഫോട്ടോസ് ആയിരിക്കും ഇങ്ങനെ, ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിയുമ്പോ അങ്ങോട്ട് മാറി നിന്നിട്ട് അതിലല്ല കാര്യം. അത് ഞാനിങ്ങനെ ഇരുന്ന് പറയുമ്പോ കുറെ പേര്, പക്ഷെ ഇതാണ് റിയാലിറ്റി അതാണ്. അതിപ്പോ ഇത് കേൾക്കുന്ന റിയാലിറ്റിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കപ്പിൾസിന് അത് മനസ്സിലാവും, ഇവര് പറയുന്നത് ശരിയാന്നുള്ളത്. ബാക്കിയുള്ളവർ ചുമ്മാ ഇരുന്നിട്ട് ഒരു ചുമ്മാ പറയുക, കുറെ അറിയുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മാലാ പാർവതി ചേച്ചീനെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും പുള്ളിക്കാരത്തി സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ റിവ്യൂ പറയുന്ന ആൾക്കാർ കുറച്ച് കൂടുതലാണ്. ചിലപ്പോൾ അവർ സിനിമ പോലും കണ്ടിട്ടുണ്ടാവില്ല, സിനിമ കാണാണ്ടായിരിക്കും നെഗറ്റീവ് റിവ്യൂ പറയുന്നത്. ചിലപ്പോൾ പോസിറ്റീവായിട്ട് പറയും, ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയും. പക്ഷെ ഇപ്പോൾ ഈ കാലത്ത് 1% ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഈ റിവ്യൂ കണ്ടിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പം അത് സിനിമയിൽ എങ്ങനെയാ ബാധിക്കുന്നത്? ബാധിക്കാറുണ്ട്. ഇപ്പം സൂപ്പർ സ്റ്റാർ പടങ്ങളെയൊക്കെ ബാധിക്കാറുണ്ടോന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. കാരണം അതിനെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അത് കാണാനായിട്ട് പോയിട്ട് ആൾക്കാർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാവുന്നേ ഉള്ളൂ, കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം ഒരു സൈക്കോളജിക്കലിയും കൂടെ ഇത് ഒരു നമ്മൾ പറയില്ലേ, ഒരു ഇപ്പോൾ ഞാനൊരു സാരി എടുത്തേക്കുന്നു, ഫോട്ടോയ്ക്കകത്തൂടെ കാണുമ്പോൾ സ്ത്രീകൾക്ക് ഇത് ഇഷ്ടമാവുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ത്രീകൾക്ക് തോന്നുക ഇത് കൊള്ളാം, ഇപ്പം ഞാനിത് ഉടുത്തിരിക്കുന്ന രീതിയും എനിക്കിത് ചേരുന്നുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ത്രീകൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. അതേപോലെ തന്നെയാണ് എന്ത് കാര്യങ്ങളും. ഒരാൾ പറയുവാണ് അത് മോശം എന്ന് പറഞ്ഞാൽ നമുക്കും പെട്ടെന്ന് നമ്മുടെ എല്ലാം ബ്രെയിനിൻ്റെ മേക്ക് അങ്ങനെയാണ്. ഹ്യൂമൻ ബ്രെയിനെ മേക്ക് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർ പറയുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന രീതിയിലേക്കാണ്. അതല്ലേ, അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യരില്ലേ, വിൽ പവറുള്ള, വളരെ സ്വന്തമായ നിലപാടുള്ള, മറ്റാരെയും പറയുന്നത് ആശ്രയിക്കാതെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നവർക്ക് ഇതെല്ലാം സ്വന്തമൊരു നിലപാടുണ്ടാവും. പക്ഷെ മനുഷ്യന്മാരെല്ലാം അങ്ങനെയല്ല. മനുഷ്യന്മാരെല്ലാം പെട്ടെന്ന് മറ്റുള്ളവർ പറയുന്നതിലേക്ക് വീഴുന്നവരാ. അത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് ആൾക്കാർ. ഇപ്പം ഞാനൊരു സാധനം ഇട്ടേക്കുന്ന നല്ലതാണെന്നൊരു 10 പേര് പറഞ്ഞാൽ അതിലേക്ക് ബാക്കി 10 പേരോട് വീഴും. അതുപോലെ തന്നെയാണ് സിനിമ. ഒരു വ്യക്തി ഇരുന്നിട്ട് അത് കൊള്ളില്ല എന്ന് പറയുമ്പോൾ അത് ഈ പുള്ളി കൊള്ളില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്ന് അവരൊരു 10 പേരോട് പറയണം. അപ്പം അതിലേക്ക് ആ ഒരു നെഗറ്റിവിറ്റി ഓൾറെഡി സ്പ്രെഡ് ആവുകയാണ് ഓട്ടോമാറ്റിക്കലി. പക്ഷെ നല്ല സിനിമയാണോ ഓടും എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ ഒരു പരിധി വരെ ബാധിക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ചെറിയ സിനിമകളെ നന്നായിട്ട് ബാധിക്കാറുണ്ട്. കാരണം ചെറിയ സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ്, അല്ലെങ്കിൽ റിവ്യൂവേഴ്സിന്റെ റിവ്യൂസും ബാക്കിയുള്ളതും ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാരിലേക്ക് എത്തുന്നതും ആൾക്കാർ കാണാൻ പോകുന്നതും. അപ്പം തീർച്ചയായിട്ടും അതെല്ലാം ഒരു പരിധി വരെ. ഇപ്പം നമ്മളാണേലും ഇപ്പം ഒരു സ്ഥലത്തൊരു നല്ല സാധനം ഉണ്ട് കേട്ടോ, നല്ലൊരു ഐറ്റം ഉണ്ട്, ഒരു ഫുഡ് ഐറ്റം ഇന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ മൗത്ത് പബ്ലിസിറ്റി വഴി അറിഞ്ഞ എത്രയോ സ്ഥലത്ത് അങ്ങനെ പോയിട്ടുണ്ട്. അതെ, ശരിയാണ്. ഇല്ലേ? എന്നാൽ ഇന്ന സ്ഥലത്തെ കൊള്ളത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല. ഇത് തന്നെയാണ് സിനിമയിൽ സംഭവിക്കുന്നത്. നമ്മളത് അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കിയാലും റിയാലിറ്റി ഓഫ് കാര്യം എന്ന് പറയുന്നത് ഇതാണെന്നുള്ള സത്യം അത് ബാധിക്കാറുണ്ട്. ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ പ്രോഫിറ്റ് ഉണ്ടാവാം, ലോസ് ഉണ്ടാവാം, അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും കളിയാക്കുന്ന ഒരുതരം ആൾക്കാരുണ്ടായിരിക്കും, നെഗറ്റീവ് കമന്റ്സ് ചെയ്യാനോ അതിനുവേണ്ടി ജീവിക്കുന്ന ഒരുതരം ആൾക്കാരുണ്ടായിരിക്കും. അവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ അവരെടുത്ത് കാണിക്കും നല്ല പടങ്ങള്, മോശമാകാതെ വിജയിപ്പിച്ച് കാണിക്കുന്ന ഒരു പടമെങ്കിലും ഹിറ്റാക്കി കാണിച്ചിട്ട് സംസാരിക്കും. അവരെ കൊണ്ട് പറ്റുന്നുണ്ടോ? അവർക്ക് കാണാനും കമന്റ്സ് പറയാനും മാത്രമേ കഴിയുള്ളൂ. അപ്പൊ പിന്നെ അതിനർത്ഥം എന്താണ്? അവർക്ക് അതിനെ പറ്റുള്ളൂ. അവരെ കൊണ്ട് പറ്റുന്ന പണി അവർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം.
ചേച്ചി നെഗറ്റീവ് കമന്റ്സിനെയൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യണത്? ആദ്യമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആദ്യ കാലങ്ങളിലുണ്ടല്ലോ, നമ്മൾ സിനിമ എല്ലാ സാധനവും അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യ ഇൻഡസ്ട്രി വരുമ്പോഴും ആദ്യമായിട്ട് നമ്മൾ അത് എന്താ പറയുക അതുമായിട്ട് എക്സ്പോഷർ ചെയ്യുമ്പോഴും ഒക്കെ നമുക്കൊരു അതുമായിട്ട് ബുദ്ധിമുട്ട് വരും അത് കാണുമ്പോൾ. ഇപ്പൊ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ഇല്ല, ആദ്യമൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട് ആദ്യമൊക്കെ. ഇപ്പൊക്കെ ഞാൻ അത് കാണുമ്പോൾ എനിക്ക് ചിരിയൊക്കെ വരാറുണ്ട് ചിലപ്പോൾ. ഇപ്പൊ ബോൾഡായി പിന്നെ നമുക്ക് മനസ്സിലാവുകയാണ് ഇവരുടെയൊക്കെ ആ ഒരു മെന്റാലിറ്റി, കുശുമ്പ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇതൊക്കെ ഇങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് ആരും ഒന്നും നല്ലത് പറയില്ല. ഒരു കാര്യവും നമ്മൾ നല്ലത് പ്രതീക്ഷിക്കരുത് ആരെ പറ്റിയിട്ടും. അത് നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവരെ മോശം പറയാൻ പേടിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വളരണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഈ മോശം പറയാതിരിക്കണമെങ്കിൽ നമ്മളെ പറ്റി മോശം പറയാനായിട്ട് പേടിക്കുന്ന ലെവലിലേക്ക് നമ്മൾ വളരണം. അതെ, അത് എല്ലാവർക്കും കിട്ടത്തില്ല. അത് മേ ബി ഒരു 5-6 പേർക്കായിരിക്കും മലയാളത്തിൽ പോലും അങ്ങനെ പേടിക്കേണ്ട ലെവലിലേക്ക് അവർ വളരുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്ന് വെച്ചാൽ എന്തും പറയാം എന്നുള്ള ഒരു ഇതിൽ ആൾക്കാർ അതിനെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ നിൽക്കുന്ന പോലെയുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇവരുടെ എല്ലാം പുറകെ പോയിട്ട് ഇവരെ പിടിക്കാനും ഇവരോട് മറുപടി പറയാനും നിന്ന് അതിന് സമയം ഉണ്ടാവുള്ളൂ. അതിന്റെ ആവശ്യമില്ല. അതെ, ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പം സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഫാൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കമന്റ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവരെ പേടിച്ചിട്ടാണോ എന്താണ്? ഞാൻ ആക്ച്വലി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇവര് മനഃപൂർവ്വം ചെയ്യുന്നതാണോ, ഇനി ബുദ്ധിമോശം കൊണ്ട് അറിയാണ്ട് ചെയ്യുന്നതാണോ, ബുദ്ധി ഇല്ലാത്തതാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകളാണ് മമ്മൂക്കയും ലാലേട്ടനും. എല്ലാവരും ആരാധിക്കുന്ന, രണ്ടുപേരെയും ഞാൻ ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ എല്ലാ മലയാളീസും രണ്ടുപേരുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും അതുപോലെ നോക്കിയിരുന്ന് കാണാറുണ്ട്. പക്ഷേ അവരുടെ സിനിമകൾ ഇറങ്ങുമ്പോഴും ഇതേപോലെ അറ്റാക്കുകൾ വരുന്നില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്നെ പറ്റി പറയുന്നതിന് എനിക്ക് എന്തെങ്കിലും പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ എത്ര ചെറുത്. ശരിയാണ്, മനസ്സിലായോ? എങ്കിലും അല്ല, അവരുടെ മുന്നിൽ അവസാനം ആർട്ടിസ്റ്റ് ഞാൻ എത്രയോ ചെറുതാണ്. അപ്പൊ എന്നെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ വലുതായി എന്നാണ്. അത് മനസ്സിലാകണം. മാങ്ങയുള്ള മാവില് കല്ലെറിയും. ചേച്ചി ആ പോസിറ്റീവ് സാധനം ക്യാച്ച് ചെയ്തിട്ട് നെഗറ്റീവ്സ് ഒക്കെ കളഞ്ഞു. അതെ, അതായത് ഞാൻ എന്തോ ആണെന്ന് അവർക്ക് തോന്നുന്നോണ്ടാണ് അവരെന്നെ പറ്റി പറയുന്നത്. ഇതിപ്പോ ഞാൻ എന്നെ പറ്റി പറയാനായിട്ട് ഞാൻ ഒന്നും അല്ല, അവരെന്നെ മൈൻഡ് പോലും ചെയ്യില്ല. എന്നെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നുവാണ് കുറ്റം പറയേണ്ടതായിട്ടുള്ള ലെവലിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്, പറഞ്ഞൊന്ന് പിടിച്ചു നിർത്തിയേക്കാം എന്നുള്ളൊരു സാധനം ഇല്ലേ? അതാണ്. അതപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തോ ആണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് കളയാം. അതെ, അങ്ങനെയുള്ളൂ അത്. ഇപ്പം ധ്യാൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു മനുഷ്യനാണ് അത്. അപ്പൊ ചേച്ചി കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു കോ ആർട്ടിസ്റ്റ് എന്നതിനേക്കാളും അതിന് മുകളിലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ബോണ്ട് എങ്ങനെയാ? അത് എന്താ വെച്ചാൽ ധ്യാനൊരു നമ്മളോട് എന്തോന്നറിയില്ല, നമ്മുടെ കമ്പനിയോട് ഇപ്പൊ ഹസ്ബൻഡ് വിളിച്ചാലും ഞാൻ വിളിച്ചാലും ഒക്കെ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും, ഫോൺ എടുക്കും. നമ്മൾ ഏത് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാലും കഥ പോലും ചോദിക്കില്ല, എത്ര ദിവസമുണ്ട് എന്ന് വന്ന് കഥ പോലും അന്വേഷിക്കാതെ പറയുന്ന ഭാഗം ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനോടും കൂടെ ചോദിക്കേണ്ടി വരും, എന്തുകൊണ്ടാണ് നമ്മളോട് ആ ഒരു താല്പര്യം, ആ ഒരു ഇഷ്ടവും ട്രസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം. അതെ. പിന്നെ നമ്മൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നില്ല നമ്മൾ നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും നമ്മളാരെയും എന്താ പറയാ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, സിനിമകൾ പെട്ടിക്കകത്ത് വെച്ചിട്ടില്ല, എല്ലാ സിനിമയും റിലീസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആർട്ടിസ്റ്റിനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും നമ്മുടെ സൈഡിൽ നമ്മൾ വരുത്താതെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിന്റെ ബേസിസിൽ നമ്മളോട് നോ പറയണം? അതെ, ശരിയാണ്. അങ്ങനെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നമ്മളങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഡീസെന്റ് ആയിട്ട് പോകുന്ന ഒരു ടീമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ചേച്ചിനെ ബിഗ് ബോസിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും റെസ്പോൺസ്? പോവില്ലേ? ഒരിക്കലും പോവില്ല. ഓക്കെ, ഒരിക്കലും പോവില്ല. എന്തുകൊണ്ട്? എനിക്ക് അങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുന്നൊന്നും ഇഷ്ടമല്ല. എനിക്ക് വഴക്കുണ്ടാക്കാനും ഇഷ്ടമില്ല, വഴക്ക് കാണാനും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതിനെ വഴക്കായിട്ടോ അല്ലെങ്കിൽ എനിക്കറിയില്ല അതിനെ എന്തായിട്ടോ കാണുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ മോശമായിട്ടോ അല്ല അനാവശ്യമായിട്ടോ റേസ് ചെയ്യുന്നത്
എന്നെ ഇമോഷണലി എന്നെ ഭയങ്കരമായിട്ട് ഒരു മാനസികാവസ്ഥയിലോട്ട് എത്തിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ലാത്ത ഒരാളാണ്. സമാധാനത്തിനാണ് കൂടുതൽ അതെ അതെ, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ആ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാനൊരു വ്യക്തിയായിട്ട് എൻ്റെ തെറ്റും കൊണ്ടായിക്കോട്ടെ അവരുടെ തെറ്റും കൊണ്ടായിക്കോട്ടെ മോശമായിട്ടുള്ളൊരു സംഭാഷണം ഉണ്ടായാൽ ഞാൻ അത് മാത്രം ചിന്തിച്ചുകൊണ്ട് രാത്രി മൊത്തമായിരിക്കും ഉറക്കം പോയി. അപ്പം എനിക്ക് അത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഈ ബഹളം വയ്ക്കുന്നതും വഴക്കുണ്ടാക്കുന്നതൊന്നും എനിക്കറിയില്ല. ആസ് എ പേഴ്സൺ എനിക്കത് ഭയങ്കര ഒരു എന്നെ തന്നെ ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ പോകുന്ന പോലെ ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് അത് പറ്റുന്നവരായിരിക്കുമല്ലോ അതിനകത്ത് പോകുന്നത്, അത് ഓക്കെ ആയിട്ടുള്ളവർ. അപ്പം എനിക്കത് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ചേച്ചി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. പക്ഷെ ഇപ്പൊ പൊതുവെ നമ്മൾ കേട്ടു വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സിനിമയിൽ സ്ത്രീകൾ സേഫ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? സേഫ് അല്ലാത്തതുകൊണ്ട് സിനിമയിൽ ആരെങ്കിലും നടികൾക്ക് കുറവല്ലോ ഉണ്ടോ? ക്വസ്റ്റ്യൻ ആണ് അങ്ങോട്ട്. എന്നോടാണോ? കുറവുണ്ടോ? എനിക്ക് അറിയത്തില്ല. ഞാൻ സേഫ് അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളിപ്പം ഞങ്ങളുടെ ഒരു സിനിമയുടെ ഓഡീഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പോസ്റ്റർ ഇടുന്നു. ഇന്ന ദിവസം ഓഡീഷനാണ്, ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ ഉള്ളവരെ ആവശ്യമുണ്ട് പെൺകുട്ടികളെ. ഞങ്ങൾ ഈ കഴിഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഇട്ടപ്പോൾ 250-300 പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും നമ്മുടെ ഹോട്ടലിന് മുന്നിൽ ക്യൂ ഉണ്ടായിരുന്നു. അപ്പൊ സേഫ് അല്ല എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവര് വരുവോ? എന്റെ ഒരു കാഴ്ചപ്പാടില് നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് എന്താണ് ചാൻസുകൾ പറയും. നമ്മളെ ചൂഷണം ചെയ്യും, ചാൻസുകൾ കിട്ടാൻ സാധ്യതകളില്ല. അങ്ങനെ വരുമ്പം ഉണ്ടാവാം. അങ്ങനെ പല മേഖലകളിലും നമ്മളെ ചൂഷണത്തിന് ഇരയാക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അടുത്ത വഴി തേടി പോവാം. നമുക്ക് പറ്റാത്തത് ഇഗ്നോർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ കുറെയൊക്കെ എല്ലാവരും മാറണം, ഇൻഡസ്ട്രി മാറണം. ആ ഒരു ചിന്താഗതി അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്താൽ നല്ലത്. ഇപ്പം അമ്മയില് സ്ത്രീ സമിതി വന്നത് കൊണ്ട് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല 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 അങ്ങനെയൊന്നുമില്ല. സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമൊന്നും ഞാൻ ഒരിക്കലും കൊടുക്കുന്നില്ല. ഞാനൊരു ജെൻഡർ ബേസിൽ അങ്ങനെ നോക്കി കാണുന്ന ഒരു വ്യക്തിയല്ല. അത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ അവരെ കാണുന്നു. അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണോ അതനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കണേ. അത് സ്ത്രീ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നിലപാടുള്ളവർ വരിക എന്നുള്ളതാണ്. സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല, നിലപാടുള്ള ആൾ വരണം. സ്ത്രീ വന്നിട്ട് ഇപ്പം അവിടെ വേവറിങ് ആയിട്ട് വേറെ ഒരാള് മുകളിലിരിക്കുന്ന ഒരാൾ വിളിച്ചു പറയണ കാര്യത്തിന് അതേപടി ഏസു വെക്കുന്ന ഒരാളാണ് എന്താണ് കാര്യമുള്ളത്? അങ്ങനെ ചെയ്യണ്ടോട്ടെ, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ആള് പറയുന്ന കേൾക്കാനിരിക്കുന്ന ഒരാളാണെങ്കിലോ, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, സ്വന്തമായിട്ട് നിലപാട് എവിടെ ശരി എവിടെ തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ തെറ്റിനെയും ശരിയുടെയും കൂടെ എവിടെ നിൽക്കണം എന്ന് തീരുമാനം എടുക്കണം. ശരിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കണം. അല്ലാതെ സ്ത്രീ വരുന്നത് കൊണ്ട് പ്രത്യേക ഗുണമുണ്ടാവുമെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ കാര്യങ്ങൾ സ്ത്രീയോട് ഷെയർ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു എനിക്ക് ഇന്നത്തെ കാലത്ത് ഞാനും വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഞാൻ അങ്ങനെയൊന്നും, കാരണം ഇന്നത്തെ കാലം ഒരുപാട് മാറി. സ്ത്രീയോ ഇപ്പൊ എൻ്റെ മക്കളാണെങ്കിൽ പോലും ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു കാര്യം ഷെയർ ചെയ്യണമെങ്കിൽ പുരുഷന്മാരോട് പറയാൻ പാടില്ലായി ഒന്നുമില്ല. പുരുഷന്മാരും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങും കേൾക്കുന്നവരും ഒക്കെയാണ്. കാലം ഒരുപാട് മാറി. പഴയ കാലത്താണ് സ്ത്രീകളോട് മാത്രം പറഞ്ഞാലാണ് അവർക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. കാരണം ഈ പുരുഷന്മാരുടെ എല്ലാം വീട്ടിൽ സ്ത്രീകളില്ലേ? ഉണ്ട്. അവര് സ്ത്രീകളെ കാണാതെ ജീവിക്കുന്നതാണോ? അവർക്ക് അമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, കസിൻസ് ഉണ്ട്, മക്കളുണ്ട്. അവർക്ക് എല്ലാ സ്ത്രീകളെ എങ്ങനെ കാണണം നന്നായിട്ട് അറിയാവുന്നവരോ പുരുഷന്മാര്? അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല. അപ്പൊ അതിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ കുറെ പുരുഷന്മാരുണ്ട് ടേക്കിങ് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ പോലെ. ഇപ്പം അങ്ങനെ അങ്ങ് ചെയ്തേക്കാം, കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയുള്ളവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുമൊന്നുമില്ല. കുറെയൊക്കെ പെൺകുട്ടികളുടെ കയ്യിലും ഉണ്ട്. അതാണ് സത്യം. അതെ, നമ്മള് അത് എങ്ങനെ അവരുടെ അടുത്ത് നിൽക്കുന്നു. ഞാനത് റീസെന്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഓരോ ചാനൽ ഈ വീഡിയോസ് കണ്ടിന്യൂസ് നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഒരു ഇത് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ അതാണ് അവസ്ഥ. എന്ത് വീഡിയോസ് വരുന്നത്? ഇപ്പൊ പുതുതായിട്ട് കുറെ ആൾക്കാർ എന്നെ പീഡിപ്പിച്ചു,
അത് ചെയ്തു ഇത് ചെയ്തു അല്ലേ. മീഡിയസ് ഫുള്ള് പിന്നെ അവരുടെ പുറകെ. അവര് തിയേറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ അവരെവിടെയാണ് അവിടെ. നമ്മൾ ഈ ഇൻസ്റ്റ തുറക്കുമ്പോൾ ഈ വീഡിയോസ് ആണ് കാണുന്നത്. അല്ല, ഇപ്പൊ എനിക്കൊന്ന് ഞാൻ റീസെന്റ് ഒരു ഇന്റർവ്യൂവിൽ ഈ ഒരു ടോപ്പിക്ക് സംസാരിച്ചിരുന്നു. അത് ഭയങ്കരമായിട്ട് ആൾക്കാർ വ്യൂ ചെയ്ത ഒരു സാധനമാണ്. അതിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് ചോദിച്ചാല്, ഈ ചൂഷണം എന്ന് പറയുന്ന, അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അല്ലെങ്കിൽ ചൂഷണത്തിന് ഇരയാക്കി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാരും ബുദ്ധിയുള്ളവരല്ലേ? അല്ലേ? ഇപ്പൊ എനിക്കൊരു പുരുഷനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അയാളെ കോൺസ്റ്റന്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അയാൾ എങ്ങനെയാണ് മറ്റുള്ള സ്ത്രീകളോട് പെരുമാറുന്നത്, എല്ലാവരോടും എന്നോട് പെരുമാറുന്ന അതേ രീതിയിലാണോ പെരുമാറുന്നത്, ഇതെല്ലാം നോക്കും. നമുക്ക് വേണേ അയാളുടെ ഫോൺ പോലും ചെക്ക് ചെയ്യാൻ പറ്റും, അത്രയ്ക്കൊരു അടുപ്പമുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും അധികം താമസിയാതെ പെൺകുട്ടികൾ അത് കണ്ടുപിടിക്കുകയും ചെയ്യും. പെൺകുട്ടികൾ ഭയങ്കര സ്മാർട്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ. ഭാര്യമാരോടൊന്ന് ചോദിച്ചു നോക്ക്, ഭർത്താക്കന്മാരുടെ ഫോണിനകത്ത് എന്തെങ്കിലും ഒരു അവിഹിതം ഉണ്ടെങ്കിൽ ആദ്യം അത് മനസ്സിലാക്കുന്ന ഭാര്യയായിരിക്കും. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പുരുഷൻ പല പെൺകുട്ടികളോട് ഇങ്ങനെ ഉണ്ട്, അല്ലെ ഇവൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അവരുടെ സംസാരത്തിൽ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ചിലർ പറയുമായിരിക്കും, ഓക്കെ അത് എല്ലാവരുടെയും അടുത്ത് വളരെ സേഫ് ആയിട്ട് നിന്നുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിലും പിടിക്കണം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ചെറിയ ഡൗട്ടെങ്കിലും അവർ നമുക്ക് ഇട്ട് തന്നിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴെങ്കിലും ശരിയല്ലേ? നമുക്ക് അതൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഫ്യൂച്ചർ എന്താണെന്ന്. അല്ല, പിന്നെ ഇനി അങ്ങനെ സംഭവിച്ചാൽ പോലും അതിൽ നിന്ന് പിന്മാറുക എന്നുള്ള ഒരു തീരുമാനം എടുക്കുക സ്ത്രീയെ. ജീവിതം ലോകത്തിൽ ആണും പുരുഷനും എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഈ വക കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടിരിക്കും. അതിൽ സേഫായിട്ട് നിൽക്കുക. അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ചൂഷണത്തിന് ഇരയാക്കുന്നുണ്ടെങ്കിലാണ് നമ്മളത് മാനസികമായിട്ട്, ഏറ്റവും ഇതിനകത്ത് പ്രശ്നം മാനസികമായിട്ട് തോന്നുന്ന ഒരു നമ്മുടെ പ്രശ്നം സ്ത്രീകളുടെ ഒരു ഇഷ്യൂസാണ്. അത് ഡീൽ ചെയ്യാനുള്ള ഒരു ആർജവം നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ചെറുപ്പം തൊട്ടേ അത് പേരൻസാണ് പെൺകുട്ടികളെ ഒരു പരിധി വരെയൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. വിവാഹം കഴിയുന്നതിന് വരെ നമ്മൾ ആരിലും അങ്ങനെ പോയിട്ട് നമ്മളെ തന്നെ ഇട്ട് കൊടുക്കല്ലേ എന്നുള്ള ഒരു സാധനം പഠിപ്പിച്ചു കൊടുക്കേണ്ടതും പെൺകുട്ടികൾ അത് മനസ്സിലാക്കേണ്ടതും, അങ്ങനെ പോയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ നിൽക്കരുതെന്നും. ശരിയല്ലേ? അതെ അതെ. നമ്മൾ അങ്ങനെ പൊട്ടത്തികളായിട്ട് പോയിട്ട് നിന്ന് കൊടുക്കരുത്. എനിക്ക് ഫീൽ ചെയ്തത് ലാസ്റ്റ് എത്തുമ്പോൾ തോന്നും എന്നാ പിന്നെ ഒരു പണി കൊടുക്കാം. അങ്ങനെയാണ് പലതും ഇപ്പൊ തോന്നുന്നത്. അതെന്താണെന്നറിയോ, പെൺകുട്ടികൾ വിശ്വസിക്കുമായിരിക്കും, സ്നേഹിച്ചു പോകും, ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കുമായിരിക്കും. അപ്പൊ ഇത് ഇവൻ വെറുതെ ആയിരുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ ഇവർക്ക് തോന്നുന്ന ഒരു മാനസികാഘാതം ഉണ്ടല്ലോ, ആ ആഘാതം ഇവർക്ക് ഭയങ്കര ദേഷ്യമായിട്ടാണ് ഇവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ അത് അങ്ങനെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ എന്താ ചെയ്യാൻ? ദൂരം പെൺകുട്ടികൾ അങ്ങനെ പറ്റി തിരിച്ചും വരുന്നുണ്ട്. പെൺകുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികളെ തേച്ചിട്ട് മാത്രമല്ല പോകുന്നത്. എത്രയോ ആൺകുട്ടികൾ കരഞ്ഞു പിടിച്ച് നടപ്പുണ്ട് പെൺകുട്ടികൾ തേച്ചിട്ട് പോയിട്ട്. അറിയില്ല, ആൺകുട്ടികളെ കേസൊന്നും കൊടുക്കുന്നില്ല, അതാണ് വ്യത്യാസം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിയമം സ്ത്രീകൾക്ക് സൈഡാണ് എപ്പോഴും മുൻഗണന കൊടുക്കുന്നത്. സ്ത്രീകൾ കുറച്ചും കൂടി ഇങ്ങനെ ചൂഷണത്തിന് ഇരയാവുക എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി വരുന്നത് പെൺകുട്ടികൾക്കാണല്ലോ, ആണുങ്ങളല്ലല്ലോ പ്രഗ്നന്റ് ആവുക. അതാണ് പോയിന്റ്. എന്തുകൊണ്ട് നിയമം സ്ത്രീകളെ കേസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം അവിടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും അഫക്റ്റഡ് ആവുന്ന പെൺകുട്ടികളാണ്. ബിക്കോസ് നമുക്കാണ് യൂട്രസ് ഉള്ളതും ഒരു പുതിയ ജന്മം രൂപം കൊടുക്കാനുള്ള കഴിവുള്ളവരും ഒക്കെ. ഇതേ സാധനം പുരുഷന്റെ വയറ്റിലുണ്ടെന്ന് വെച്ചു, പുരുഷനാണ് പ്രഗ്നന്റ് ആവുന്നെങ്കിൽ ഇഷ്ടംപോലെ കേസുകൾ പുരുഷന്മാർ കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായി? അപ്പൊ അതാണ് നമ്മൾ റിയാലിറ്റി അതാണ് ശരിക്കും. ബിക്കോസ് ഒരു കുട്ടിയെ വളർത്താന് ഈ പെൺകുട്ടിക്ക് തന്നെ ആവില്ല. അപ്പൊ ഇത് തിരിച്ചാണെങ്കിൽ ഇത് തന്നെ സംഭവിക്കുള്ളൂ. അപ്പൊ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. പെൺകുട്ടികളായിരിക്കണം കൂടുതൽ അലർട്ടായിട്ട് ഇരിക്കണ്ടേ. മനസ്സിലായി? നമ്മൾ ചെറുപ്പം തൊട്ട് പഴയ അമ്മമാരുടെ കാലം തൊട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്? ഇന്നത് മാറി, കാലം മാറി, പെൺകുട്ടികൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടാൻ തുടങ്ങി. അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും എന്നുള്ളത് അവർ മറന്നു പോകുന്നു. പുരുഷന്മാർ മാറിയിട്ടില്ല. പുരുഷന്മാരുടെ ഫീൽ അങ്ങനെ നിൽക്കുമോ, ടെസ്റ്റോസ്റ്റിറോണിന്റെ ആ ഒരു അതിപ്രസരം ഇങ്ങനെ നിൽക്കും അവരുടെ ശരീരത്തിൽ. അപ്പോൾ പെൺകുട്ടിയെ കാണുമ്പോൾ അവർക്ക് ആ ഒരു ഫീൽ അവിടെ വരുവാണ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ സ്ത്രീകൾ ഇത് മനസ്സിലാക്കണം, എൻ്റെ വയറ്റിൽ ഈ ഒരു സാധനം ഉണ്ട്, അപ്പം ഐ ഹാവ് ടു ബി കെയർഫുൾ എന്നുള്ള ഒരു ചിന്ത. ഞാൻ പെൺകുട്ടികളെ കുറ്റമായിട്ട് പറയുകയല്ല, ചൂഷണം ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട്. പക്ഷെ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. നമ്മുടെ സൈഡിൽ നിന്ന് ബലാത്സംഗം ചെയ്യുന്നത്, പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന, റേപ്പ് ചെയ്യുന്ന എല്ലാം മാറ്റി നിർത്തുക. അതെല്ലാം ഗുരുതരമായിട്ടുള്ള തെറ്റുകളും ക്രിമിനൽ സാധനങ്ങളാണ്. അത് ചെയ്യുന്ന പുരുഷന്മാരെ ശിക്ഷിക്കുക തന്നെ വേണം. ഒരു കാരണവശാലും അവരെ വെറുതെ വിടരുത്.
അതെ. അവരെ ശിക്ഷിക്കുക തന്നെ വേണം. കുട്ടികളെ റേപ്പ് ചെയ്യുന്നവരുണ്ട്, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവരുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ വീടുകളിൽ കയറി വൃദ്ധകളെ 70-75 വയസ്സായ അമ്മമാരെ ബലാത്സംഗം ചെയ്തിരിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ട് പെൺകുട്ടികളെ. അത് മാനസിക രോഗമാണ്. അവരെയൊക്കെ നമ്മൾ ക്രിമിനൽസ് എന്ന് വിളിച്ച് അവരെയൊന്നും പുറം ലോകം പോലും കാണിക്കരുത് എന്നാണ് ഞാൻ പറയാം. അല്ലെ അവരെയൊക്കെ ഷണ്ടന്മാരാക്കി വിടുക എന്നുള്ള ശിക്ഷയെങ്കിലും മാറണം. ബാക്കിയുള്ള നോർമൽ കേസുകളുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന റിലേഷൻഷിപ്പ് രണ്ടുപേര്, അതിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പെൺകുട്ടികൾ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം. നമ്മള് ഇതില് ഇപ്പൊ നെഗറ്റീവും പോസിറ്റീവും കമന്റ്സ് ഒക്കെ കുറെ വരും, ഉറപ്പായിട്ട് വരും. അല്ല, ഞാൻ പറയുന്നത് എത്ര നെഗറ്റീവ് പോസിറ്റീവ് വന്നാലും എന്റെ സ്റ്റാൻഡ് ഇത് തന്നെയാണ്, എന്റെ നിലപാട് ഇത് തന്നെയാണ്. നമ്മൾ സൂക്ഷിക്കണം പെൺകുട്ടികൾ. ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്. ബിക്കോസ് ആൺകുട്ടികളല്ല പ്രഗ്നന്റ് ആവുന്നത്, പെൺകുട്ടികളാണ് പ്രഗ്നന്റ് ആവുന്നത്. അതുകൊണ്ട് ആരാ സൂക്ഷിക്കേണ്ടത്? നമ്മൾ പെൺകുട്ടികൾ സൂക്ഷിക്കണം. നമ്മളിപ്പം എത്ര സ്നേഹം നടിച്ച് എന്തെന്ന് പറഞ്ഞാലും നമ്മൾ സൂക്ഷിക്കണം. ഇപ്പൊ ഞാൻ ചേച്ചിനോട് സംസാരിക്കുന്ന ടൈമിൽ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് മുന്നേ സംസാരിച്ചപ്പോഴായി കഴിഞ്ഞാലും ഒരു നേഴ്സ് സംസാരിക്കുന്ന പോലെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ആ ഒരു നേഴ്സ് ആയിരുന്ന ആ ഒരു സമയത്തുള്ള ഒരു ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? ഇഷ്ടമായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാതെ പോയിട്ട് ഇഷ്ടം വന്ന ഒരു ജോലിയായിരുന്നു അത്. ഇഷ്ടപ്പെടാതെ അതിലേക്ക് പോയി, പാരന്റ്സ് നിർബന്ധിച്ചിട്ട് പോയി. പിന്നെ ഇഷ്ടപ്പെടാതെ വീട് പാലായിൽ ജനിച്ചു, ഇടുക്കിയിലും കുറച്ച് വർഷങ്ങൾ താമസിച്ചു. അവിടെ നിന്നാണ് നഴ്സിങ്ങിന് പോകുന്നത്. കോട്ടയത്ത് നിന്നാണ് കൂടുതൽ നഴ്സ് ആ കാലത്ത് അവിടെ നിന്നായിരുന്നു കൂടുതൽ. ഞങ്ങളുടെ ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് ഒരുപാട് നഴ്സസ് ഉണ്ട്. എൻ്റെ അപ്പൻ്റെ പെങ്ങന്മാരൊക്കെ നഴ്സസ്. ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഫാമിലി, ഹസ്ബൻഡ്, 2 മക്കള്, പേരൻസ്, ബ്രദർ. അതാണ്. മക്കള് പഠിക്കുന്നു സ്കൂളിൽ. മോന് 12th, മോളിപ്പോ ഡിഗ്രി. ഹാപ്പി ഫാമിലി. ഹാപ്പിയാണ്, കുഴപ്പമില്ല. നമ്മൾ ഹാപ്പി ആക്കണം. ഞാൻ പറഞ്ഞില്ല, അല്ലാണ്ട് ഹാപ്പി ആയിട്ടൊന്നും നമ്മൾ ജീവിതകാലം മൊത്തം ആരും ഇരിക്കുന്നില്ല. നമ്മളെങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്തുന്നു, നമ്മളെങ്ങനെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു, അവിടെയാണ് ഹാപ്പിനെസ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സ്ത്രീകളാണ് അത് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കേണ്ടതും കൂടുതൽ കുടുംബത്തിന്റെ വിളക്കെന്നൊക്കെ അവരെ വിളിക്കുന്നത്. സ്ത്രീകളിലാണ് ഒരു കുടുംബം ഇരിക്കണേ. ഒരു സ്ത്രീ എങ്ങനെയാണോ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. സ്ത്രീ ഹാപ്പി. ഞാൻ എൻ്റെ വീട്ടിൽ ചില സമയത്ത് മൂഡ് സ്വിങ്സ് വരുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുമ്പോൾ പിള്ളേർക്കും പെട്ടെന്ന് എന്ത് പറ്റി മമ്മിക്ക്, അപ്പൊ എല്ലാവരും പെട്ടെന്ന് മൂടിയാവും. ഹസ്ബൻഡ് വീട്ടിലോട്ട് കയറി വരുമ്പോൾ അദ്ദേഹത്തിന് എന്നെ കാണുമ്പോൾ ഇന്ന് എന്താ പറ്റിയല്ലോ മമ്മിക്കെന്ന് പിള്ളേരോട് ചോദിക്കുന്നേ. അവിടെ വീട് ഡള്ളാവുക. അപ്പൊ നമ്മളെപ്പോഴും സ്ത്രീകള് കുടുംബത്തിലെ വിളക്ക് തന്നെയാണ്. അത്രയും പ്രാധാന്യം സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട് ഈ ലോകത്തില്. അത് സ്ത്രീകൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് എന്താ പറയുക, സ്പേസ് ഇല്ല, അവർക്ക് ശബ്ദിക്കും, അങ്ങനെയല്ല. സ്ത്രീക്ക് ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന സ്ത്രീകളാണ് മിക്ക വീടുകളിലും. ഇപ്പൊ 100 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 80% സ്ത്രീകളായിരിക്കും വീട് കൺട്രോൾ ചെയ്യുന്നത്. അത്രയും സ്പേസ്, എന്തുണ്ടാക്കണം, എന്തവര് കഴിക്കണം, എന്തിടണം, എന്ത് ഡ്രസ്സ് ഇടണം, ഹസ്ബൻഡ് മക്കളെന്ന് വരെ തീരുമാനിക്കുന്നതിനുള്ള ഒരു സ്പേസ് ആ സ്ത്രീയിലാണ് ഇരിക്കുന്നത്. എന്ത് വെക്കണം, എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ നമുക്ക് സ്പേസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഉണ്ട്. നമ്മൾ അതിനെ എങ്ങനെ, നമുക്ക് സ്പേസ് ഉണ്ട് ശരിക്കും. ഇവൻ എൻ്റെ വീട്ടിലും എൻ്റെ പെൺകുട്ടിക്ക്, എൻ്റെ മോൾക്കാണ് കൂടുതൽ സ്പേസ് ഞങ്ങൾ കുറച്ചും കൂടി കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അവള് പെൺകുട്ടി ആയതുകൊണ്ട് അവള് കരയുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ അടിക്കും. ആൺകുട്ടി കരഞ്ഞാലും അത്ര എന്ന് വെച്ചാൽ ആൺകുട്ടി കുറച്ചുകൂടി ബോൾഡാണ്. പെൺകുട്ടികളെയാണ് ഇപ്പം വന്നിട്ട്, പണ്ട് കാലത്ത് പെൺകുട്ടികളെ കുറച്ചിങ്ങനെ അടിച്ചമർത്തി വളർത്തുമായിരുന്നു എന്റെയൊക്കെ കാലഘട്ടത്തില്. ഇപ്പൊ അത് മാറി. ഇപ്പം പെൺകുട്ടിയാണ് അവിടെ ആ വീട്ടിലെ റാണിയാണ്, പ്രിൻസസ് ആണ് എല്ലാ വീട്ടിലും. പെൺകുട്ടികൾക്കാണ് അത്രയും സ്പേസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ നമ്മൾ സ്ത്രീകൾ ഹാപ്പി ആയിട്ടിരിക്കണം, അപ്പൊ വീട് ഹാപ്പിയാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേച്ചി, ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ്, ഡെസേർട്ട് ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്സ് എന്നാണ് ചാനലിന്റെ പേര്. ഇതൊരു ട്രാവൽ പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ നമ്മൾ എല്ലാ മന്തും ഓരോ ട്രിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓരോരോ കൺട്രീസ് ആണ്, തായ്ലൻഡ്, മലേഷ്യ, അങ്ങനെ. നമ്മുടെ പാക്കേജ് വരുന്നത് 3 nights 4 days ആണ് വരുന്നത് കപ്പിൾസിന്. അതെ അതെ അതെ. അപ്പം സബ്സ്ക്രൈബേഴ്സിനെ ആയിരിക്കുമല്ലോ നിങ്ങൾ ചൂസ് ചെയ്തത്. അതെ. അപ്പൊ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്ന് തുടങ്ങിയ ഇവരുടെ ഡെസേർട്ട് ട്രക്കേഴ്സിന്റെ ചാനൽസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് യാത്രകൾ ആരംഭിക്കൂ. ഇവർ നിങ്ങളെ മലേഷ്യ, സിംഗപ്പൂരൊക്കെ എത്തിക്കുന്നതായിരിക്കും കപ്പിൾസിനെ. അപ്പം എല്ലാവരും അതിനായിട്ട് ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചേച്ചിനോട് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വന്നതിന് ഒരുപാട് നന്ദി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു യു.